നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ USA വീക്ക്ലി ന്യൂസിൽ പ്രശസ്ത സിനിമാ നടിയും നർത്തകിയുമായ ശാന്തി കൃഷ്ണയുമായി ശ്രീ അനിൽ ആറന്മുള നടത്തിയ അഭിമുഖം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ അനിൽ ആറന്മുള. ഹ്യൂസ്റ്റൺ വിസിറ്റ് ചെയ്യുന്ന നൃത്ത കലാവല്ലഭ ശ്രീമതി ശാന്തി കൃഷ്ണയെ അമേരിക്കയിലെ കൈരളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നതിൽ അധികം സന്തുഷ്ടനാണ്. നമുക്ക് ശാന്തി കൃഷ്ണയുടെ ചില വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരു 17 ഇയേഴ്സിന്റെ ഗ്യാപ്പിന് ശേഷം വീണ്ടും സ്റ്റേജിൽ കയറും, വീണ്ടും ഡാൻസ് ഡ്രസ് അണിഞ്ഞ് വീണ്ടും ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല, പ്ലാൻഡ് അല്ല. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ചു, അവരെന്നെ പ്രോത്സാഹിപ്പിച്ചു. ആൻഡ് അവരുടെ ഒരു സ്നേഹം കൊണ്ട് മാത്രം ഞാൻ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് വീണ്ടും നടത്തി നോക്കിയതാണ്. ഐ ഹോപ്പ് ഇറ്റ് ബിക്കേം സക്സസ്ഫുൾ. എന്റെ അറിവനുസരിച്ച് അമേരിക്കയിലെ ആൽബനിയിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു നൃത്ത വിദ്യാലയമുണ്ടോ? അയ്യോ, ഇല്ലില്ല. ഞാൻ ജസ്റ്റ് എന്റെ പിള്ളേര് അവിടെ പഠിക്കുവാണ്. എനിക്ക് 2 മക്കളാണ്. എന്റെ മോനും എന്റെ മോളും കൂടി അവിടെ പഠിക്കുന്നതാണ് ആൽബനിയില്. സോ ഐ ജസ്റ്റ് ബേസിക്കലി ഐ ആം വിത്ത് ദം. ഇപ്പോ സാധാരണ സിനിമാ നടികള് അമേരിക്കയിലേക്ക് വന്നാൽ, അല്ല ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ പോലും കണ്ടിട്ടുള്ളതാണ്, അവര് നൃത്തം അറിയാവുന്നവര് ശരിക്ക് അറിയാൻ വയ്യെങ്കിൽ പോലും അവരാദ്യം ചെയ്യുന്ന ഒരു നൃത്ത സ്കൂള് തുടങ്ങുകയാണ്. അപ്പൊ ഇത്രയും നല്ലൊരു നർത്തകി ഒരു സ്കൂള് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇപ്പൊ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ കൂടുതലും ഇന്ത്യയിൽ തന്നെയാണ് ഇപ്പോ. ഞാനിവിടെ എന്റെ മക്കളുടെ പഠിത്തത്തിന് വേണ്ടിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. സോ അവരുടെ പഠിത്തത്തിലും അവരുടെ എല്ലാ ഓരോ കാര്യത്തിനും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടുതലും സത്യം പറഞ്ഞാൽ ഡാൻസ് ക്ലാസ്സോ അങ്ങനെയൊക്കെ നടത്താൻ ഞാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഫീൽഡിൽ നിന്നൊന്ന് മാറി സംസാരിച്ചാൽ, ഇപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ മലയാള സിനിമാ താരങ്ങള് ഏറ്റവും താല്പര്യമായിട്ട് വരുന്ന ഒരു ഫീൽഡ് രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ധാരാളം സിനിമാ നടന്മാരാണ് മത്സരിച്ചിട്ടുള്ളത്. അപ്പോ ഭാവിയിൽ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും താല്പര്യം തോന്നും? ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ പോളിറ്റിക്സ്. പണ്ടേ ഇല്ല, ഒട്ടുമില്ല. എന്താ രാഷ്ട്രീയം അത്ര മോശമായ ഒരു ഫീൽഡാണെന്ന് തോന്നുന്നു? അല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയൂല. അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള താല്പര്യവും ഇല്ല. അപ്പൊ പിന്നെ ഞാൻ അതിലേക്ക് കയറി എന്തിന്? ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് പബ്ലിസിറ്റി ഓർ സംതിങ്? നോ. തീർച്ചയായിട്ടും അധികമായിട്ടൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാർ തന്നെ കളിക്കുന്ന ഒരു ഫീൽഡാണ് രാഷ്ട്രീയം. എന്നാലും നോ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഭാവിയിൽ ഒരു ജയലളിതയോ? നോ 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 വേ. ഇനിയും കുടുംബത്തെ കുറിച്ച് പറഞ്ഞാൽ, കുട്ടികള് അമേരിക്കയിൽ പഠിക്കുകയാണെന്നല്ലേ? അവര് ഏതൊക്കെ ഫീൽഡിലാണ് അവര്? അങ്ങനെയല്ല, അവര് ഹൈസ്കൂളിലാണ്. മോള് 6th ഗ്രേഡിലാണ്. അവര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂൾ പഠിത്തം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഭാവിയിൽ അവരെന്ത് ആവും നമുക്ക് പറയാൻ പറ്റത്തില്ല. മകളുണ്ടെന്ന് പറഞ്ഞു. മകള് നൃത്തത്തിൽ എങ്ങനെയാണ്? മോള് ആക്ച്വലി ഒരു 4 years ഓൾഡ് ഉള്ള സമയത്ത് കുറച്ച് ഡാൻസ് പഠിച്ചു. പക്ഷെ പിന്നെ അവൾക്ക് ഭരതനാട്യത്തിനോട് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിനോട് വലിയ താല്പര്യമില്ല. ഷീസ് മോർ ഇൻ ടു ഇപ്പൊ കോറസില് പിന്നെ ബാലെ അങ്ങനെയാണ് കൂടുതൽ താല്പര്യം. സോ ഷീസ് നോട്ട് മൈ ഫോളോവർ അല്ല. ഡാൻസ് ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പിന്നെ ഒരു ട്രെൻഡ് കണ്ടുവരുന്നത്, ഈ സിനിമാ ഫീൽഡിലൊക്കെ നിറഞ്ഞു നിന്ന് നമ്മള് പ്രശസ്തയൊക്കെ അത് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒതുങ്ങി കഴിയാമെന്ന് വിചാരിച്ചാൽ പോലും നമ്മളെ ആ ഫീൽഡിലേക്ക് വീണ്ടും ആകർഷിക്കുന്ന എന്തോ ഒന്ന് പ്രത്യേകിച്ച് സിനിമാ നടിമാരിൽ കണ്ടുണ്ട്. അപ്പോൾ തിരിച്ച് മൂവി ഫീൽഡിലേക്ക്, അതല്ലെങ്കിൽ ഈ TV സീരിയൽ ആ ഫീൽഡിലേക്ക് പോകാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ട്? ഇപ്പൊ ഡാൻസിലോട്ട് വീണ്ടും ഒരു 17 years ഗ്യാപ്പിന് ശേഷം കയറിയിട്ടുണ്ട്. സോ ഐ വോണ്ട് സേ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. മേ ബി നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോ who knows, ഞാൻ മേ ബി അതിലും പോവും. സിനിമ ഫീൽഡിലേക്ക്, സിനിമ, TV സീരിയൽ, എനി റോൾ. പണ്ടും ഞാൻ ഒരിക്കലും TV സീരിയൽ ആണോ അതോ സിനിമയാണോ എന്ന് ഞാൻ ഒരിക്കലും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ആക്ടിങ് ഇസ് ആക്ടിങ് wherever you do, whichever field you do. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നല്ല ക്യാരക്ടറാണ് തോന്നുവാണെങ്കിൽ മേ ബി ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് പറയാം. ഇപ്പോ ഇവിടെ അമേരിക്കയിൽ ഒരു വിസിറ്റായിട്ട് വന്നതാണോ, അതല്ല ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ ഉദ്ദേശമുണ്ട്?
അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കിപ്പോൾ ഇല്ല. ഇപ്പോൾ തൽക്കാലം പിള്ളേർ ഇവിടെ പഠിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നു. സോ ഓൾവേസ് സമ്മർ ടൈമിൽ ഞാൻ ഇന്ത്യയിലാണ്, ജൂൺ ജൂലൈ. ഇവിടെ വന്ന് 2 വർഷമായിട്ടുള്ളൂ. സോ നോട്ട് മച്ച്. എനിക്ക് കൂടുതലും എപ്പോഴും ഇന്ത്യ തന്നെയാണ് എൻ്റെ രാജ്യം. എനിക്കിഷ്ടവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ഒന്നും പ്ലാൻഡ് അല്ല. പിന്നെ ഒരു ഡാൻസ് ക്ലാസ് വീണ്ടും തുടങ്ങാൻ അതിനുള്ള ക്ഷമയും ഇപ്പൊ തൽക്കാലം എനിക്കില്ല. സോ മേ ബി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സോ ഐ കനോട്ട് സേ എനിത്തിങ് ഫോർ നൗ. ഞാനിപ്പോ സ്റ്റേജിൽ കയറി 2 പെർഫോമൻസ് മാത്രം, അത് എല്ലാവരുടെ താല്പര്യം കൊണ്ട് മാത്രം വന്ന് ചെയ്തേ ഉള്ളൂ. ഐ ഡോണ്ട് നോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു നെക്സ്റ്റ്. അമേരിക്കയിലെ ഏതെങ്കിലും വേറെ സിറ്റികളിൽ ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്? നേരത്തെ ജസ്റ്റ് ഫ്ലോറിഡയില് ഒരു പ്രോഗ്രാം, അതാണ് ആദ്യം ചെയ്തത്. അത് പ്രോഗ്രാമൊന്നും നമുക്ക് ഫുൾ പറയാൻ പറ്റില്ല, കാരണം ആകെ ഒരു ഐറ്റം അതിൽ ഞാൻ ചെയ്തു. ഇവിടെയും വന്ന് ഗുരുവായൂരപ്പന്റെ അമ്പലമായതുകൊണ്ട് ആ ഒരു സെന്റിമെന്റ്സും എല്ലാം കൂടി വന്നു. ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഐ കുഡ് പെർഫോം എ ഗുഡ്, ഐ തിങ്ക് നൈസ് ഐറ്റം, മൈ ഫേവറേറ്റ് ഐറ്റം ഓൾസോ. സോ അത്രേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എം നോട്ട് അറ്റ് ഓൾ പ്ലാനിങ് എനിത്തിങ്. ഐ ഡോണ്ട് പ്ലാൻ എനിത്തിങ്. വാട്ട് എവർ ഹാപ്പൻസ് ഇസ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്ന് പറയാം. അപ്പോ എന്റെ അറിവനുസരിച്ച് മമ്മൂട്ടിയുടെ സുഹൃതമാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ട സിനിമ. അതിനുശേഷം ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു? സുഹൃതമായിരുന്നു ഞാൻ ലാസ്റ്റ് ആയിട്ട് അഭിനയിച്ച പടം. ഐ തിങ്ക് ഇറ്റ് വാസ് വേ ബാക്ക് ഇൻ 94, 96, ഐ എം നോട്ട് ഷുവർ. അതാ ലാസ്റ്റ് ഞാൻ ചെയ്ത പടം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും അഭിനയിച്ചിട്ടില്ല. 20 വർഷത്തിന് മുമ്പ്, ഈ സുഹൃതത്തിന് മുമ്പ് ചകോരം എന്ന സിനിമ, ലോഹിതദാസിന്റെ ചകോരം എന്ന സിനിമ, അതിലെ ഒരു അനുഭവം എന്താണ്? അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് വൺസ് ഇൻ എ ലൈഫ് ടൈം റോൾ. ചകോരത്തിന്റെ ക്യാരക്ടറിന് വേണ്ടി തന്നെ ഒത്തിരി ഹോംവർക്ക് ചെയ്തു തന്നെ പറയാം. എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ എനിക്ക് ഓഫർ വന്നപ്പോൾ തന്നെ ഐ വാസ് ആക്ച്വലി വീണ്ടും 90s ഞാൻ വീണ്ടും മൂവിയിൽ വന്നപ്പോൾ ഐ വാസ് ബിറ്റ് സ്റ്റൗട്ട് ആ സമയത്ത്. അപ്പോൾ അതിനുശേഷം കണ്ടിട്ടാണ് ലോഹിതദാസ് ആക്ച്വലി ഹാഡ് ടോൾഡ് ശാന്തിനെ ഈ ക്യാരക്ടറിന് കൊണ്ടുവരാം. ബിക്കോസ് ദാറ്റ് ക്യാരക്ടർ വാസ്, ശാരദാമണി എന്ന ക്യാരക്ടർ വാസ് സപ്പോസ് ടു ബി ഓഫ് ദാറ്റ് മിഡിൽ ഏജ് ക്യാരക്ടർ. അപ്പോൾ ആ ഒരു രൂപം മൈൻഡിൽ വെച്ചിട്ടാണ് അവരെന്നെ വിളിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞ് എന്നെ അപ്പോഴത്തേക്ക് ഞാൻ കുറെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ചെയ്ത് ഐ ഹാഡ് ആക്ച്വലി പുൾ ഡൗൺ. അപ്പൊ ആ പടം വീണ്ടും ഞാൻ സെറ്റിൽ പോയപ്പോ ഫസ്റ്റ് ലോഹി ചേട്ടനും ഒക്കെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, അയ്യോ ഈ ശാന്തി അല്ലല്ലോ ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞു. ബിക്കോസ് അവരുടെ മൈൻഡിലുള്ള ശാരദാമണി എന്ന ആ ക്യാരക്ടറിന്, മിഡിൽ ഏജ്ഡ് ക്യാരക്ടറിന്, ദേ വാണ്ടഡ് എ പേഴ്സൺ ഹു വാസ് ഹൗ ഐ വാസ് ബിഫോർ. അപ്പോ ഐ വാസ് ലൈക്ക്, നോ പ്രോബ്ലം, ഐ ഈറ്റ് മോർ, ഐ ബിക്കം ഫാറ്റ് ഇഫ് യു വോണ്ട് ടു, ബട്ട് ഐ വോണ്ട് ടു ഡു ദാറ്റ് ക്യാരക്ടർ. അങ്ങനെയായിരുന്നു. ബിക്കോസ് ദാറ്റ് വാസ് വൺ ഓഫ്, അത് എനിക്ക് കിട്ടിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ബിക്കോസ് ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. വേണുവാണ് അതിന് ഫസ്റ്റ് പടമായിരുന്നു വേണുവിന്റെ. ആൻഡ് he was also absolutely brilliant. And അതിൽ അഭിനയിച്ച എല്ലാ ലെജൻഡ്സ് പോലെയുള്ള ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ അവരാരും ഇപ്പോൾ ഇല്ല. ദാറ്റ് ഇസ് ദ വെരി സാഡ് പാർട്ട് ഓഫ് ഇറ്റ്. ലൈക്ക് മുരളി ചേട്ടനും പിന്നെ ഫിലോമിന ചേച്ചി ആൻഡ് പപ്പു ചേട്ടൻ, ഓൾ ദോസ് ക്യാരക്ടേഴ്സ് ആരും ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല. സോ ആ പടത്തിന് തന്നെ എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡും കൂടി കിട്ടിയത്. ദാറ്റ് വാസ് റിയലി ഫ്രോസ്റ്റിംഗ് ഓൺ ദ കേക്ക്. So that was a beautiful experience. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് ആദ്യം അത് 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഈ സൂപ്പർ സ്റ്റാർ മൂവി, സൂപ്പർ സ്റ്റാർമാർക്ക് വേണ്ടിയിട്ട് കഥയുണ്ടാക്കി പോകുന്ന ഒരു ട്രെൻഡിനോട് എന്താണ് അഭിപ്രായം? ഞാൻ മൂവീസും ആയിട്ടുള്ള ബന്ധം വിട്ടിട്ട് ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് സോ ലോങ്. ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് വാട്ട് ട്രെൻഡ് ഇസ് ഗോയിങ് ഓൺ. ബിക്കോസ് ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് മോർ ലൈക്ക് എ ഫാമിലി. ഞങ്ങളൊരു സെറ്റിൽ പോയിട്ട് അഭിനയിച്ച് വരുമ്പോൾ തന്നെ ആ ഒരു ക്ലോസ്നെസ് ഉണ്ടായിരുന്നു. വി നെവർ ഹാഡ് ദിസ് ഫീലിംഗ് ഓഫ് സൂപ്പർ സ്റ്റാർഡം ഓർ എനിത്തിങ്. ആ ഒരു ഫീലിംഗ് എനിക്ക് അന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ന് ഐ ഡോണ്ട് നോ വാട്ട് ട്രെൻഡ് ഇറ്റ് ഇസ്. ലൈക്ക് യു സെഡ്, ഒത്തിരി പേര് വന്നിട്ടുണ്ട്, ഗുഡ് ആർട്ടിസ്റ്റ്, സോ മെനി. അവരൊരു പ്രൊഫഷണൽ ലൈൻ തന്നെയാണ് ഒത്തിരി പേര്, ദേ ഹാവ് കം ഇൻ. And that is a good trend that way. But I am not sure how to answer the question. Superstarന് വേണ്ടി പടം ഉണ്ടാക്കുന്നു അതോ ഇവരെ, ബട്ട് ഒരു വുമൻ ഓറിയന്റഡ് ആയിട്ടുള്ള കുറെ സബ്ജക്ട്സ് വീണ്ടും വന്നാൽ
that is a better option now, I feel, because എപ്പോഴും ഒരേപോലെ ട്രെൻഡ് വന്നാലും ആൾക്കാർ എത്രത്തോളം കണ്ടുകൊണ്ടിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. എവരിബഡി വാണ്ട് സംതിങ് ന്യൂ. ജനറേഷനിൽപ്പെട്ട അവര് പറയുന്നത് അവരാണ് കുറച്ചുകൂടെ, അതിനകത്ത് സംവിധായകരുമുണ്ട്, അഭിനേതാക്കളുണ്ട്. അവര് പറയുന്നത് സിനിമയെ കുറച്ചുകൂടെ ഈ സിനിമയുടെ ഉള്ളിലേക്കല്ലേ, പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അവരുടെ ഒരു രീതിയാണെന്ന് അവർ അവകാശപ്പെടുന്നു. പിന്നെ ദേ ആർ ക്ലൈമിംഗ് ദാറ്റ്സ് ദെയർ സ്റ്റൈൽ. or we are the one doing it, the other side is just stardom. They are keeping the stardom. No, I think അവിടെയും ഈ പറഞ്ഞ പോലെ politics ആണ് കൊണ്ടുവരുന്നത്. I am not at all for politics. So I don't know, I don't like that trend also. If that is the case also, I don't think that is good. കാരണം ഒരു ഫാമിലി യൂണിറ്റ് പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്തു പോയാൽ ഇറ്റ്സ് ഗുഡ്. the product will be good. Ultimate product അല്ലേ എല്ലാവരും കാണുന്നത്. They don't know what's happening behind the scenes. അപ്പൊ അതുകൊണ്ട് അത് പ്രോഡക്റ്റ് പുറത്തോട്ട് വരുമ്പോൾ എല്ലാവരും നല്ല പടമാണെന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാം നല്ല പേരുണ്ടാവും. 1980-കളിൽ സിനിമയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വന്ന പ്രേക്ഷക കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ശാന്തികൃഷ്ണ എന്ന നടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശാന്തികൃഷ്ണയോട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിലധികം മൂവികളിൽ അഭിനയിച്ചിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ശ്രീ വേണു നാഗവള്ളിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? വേണുചേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോ that's what it was always a feeling of a family and comfortable ആയിരുന്നു വേണുചേട്ടനോട് അഭിനയിക്കുമ്പോ. ആൻഡ് ഒരു ഡയറക്ടറും കൂടി ആയതുകൊണ്ട് he always used to have suggestions. അപ്പോൾ നമ്മൾ ന്യൂ കമറായിട്ട് ചെല്ലുമ്പോൾ വേണുചേട്ടൻ കുറെ കൂടെ സീനിയർ ആണ്. അപ്പോൾ ആ സമയത്ത് വെൻ ഹീ ഈസ് വിത്ത് യു ആർ മോർ കംഫർട്ടബിൾ വെൻ യു ആർ ഡൂയിങ് ദ സീൻസ്. ആൻഡ് അത് ആ ഒരു ട്രെൻഡ് ആയിരുന്നു ആ സമയത്ത്. ലൈക്ക് ഐ സെഡ്, ഒരു ഫാമിലി യൂണിറ്റ് പോലെയായിരുന്നു എവ്രിബഡി അറൌണ്ട്. അപ്പോ ആക്ച്വലി വേണുചേട്ടന്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ ആ ഒരു വിഷാദ നായകൻ എന്നാണല്ലോ പേരും. ചേട്ടന്റെ ആ ഒരു ഹൗ ഹി ഈസ് ഓൺ സ്ക്രീൻ, ഹി ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് സ്ക്രീൻ ഓൾസോ. our rapport ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. and it's really sad that he's also not there anymore. അന്നത്തെ കാലത്ത് സിനിമയിലൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള, ഇന്നിപ്പോൾ ഉള്ള ഉദാഹരണം പറഞ്ഞാൽ ജലജ, അങ്ങനെയുള്ള ചില താരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇപ്പോഴും ബന്ധം വെച്ച് പുലർത്താറുണ്ടോ? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ജലജയായിട്ട് I had some conversations and so അത്രേ ഉള്ളൂ. ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഐ നെവർ യൂസ് ടു ഹാവ് ദിസ് ഔട്ട് ഓഫ് ദി സെറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ഡോണ്ട് നോ എനിബഡി എവിടെയാണെന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ബട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ഒത്തിരി സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അങ്ങനെയും കുറെയൊക്കെ ഞങ്ങൾ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്. ജലജയാണ് ലേറ്റസ്റ്റ് ഞാൻ ആക്ച്വലി സംസാരിച്ചത്. പിന്നെ മാധു ഇസ് ഹിയർ. ഐ ഹാഡ് മെറ്റ് മാധു വൺസ് ഫോർ എ ഫംഗ്ഷൻ. അങ്ങനെ ഓരോരുത്തരായിട്ട്. പിന്നെ ഇപ്പൊ ഇവിടെ വന്നപ്പോ ദിവ്യ എന്നെ കണ്ടു, ദിവ്യ ഉണ്ണി. കൈരളി പ്രേക്ഷകരുമായിട്ട് ചില ഇത്രയും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയ സമയത്തിന് നന്ദിയുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലോകമെമ്പാടുമുള്ള കൈരളി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. ഐ ജസ്റ്റ് ഹാവ് ടു സേ ദാറ്റ് ഇന്നും എന്നെ ഓർമ്മ ഉള്ളതുകൊണ്ട് ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ഐ തിങ്ക് ഐ ഷുഡ് താങ്ക് ഇവൻ ദ സോഷ്യൽ മീഡിയാസ് പ്ലസ് ദ TV ചാനൽസ്. കാരണം ഇന്നും എന്റെ പഴയ പടങ്ങളൊക്കെ അതിൽ ഇടുന്നതുകൊണ്ട് ഇന്നത്തെ ജനറേഷനും ദേ നോ ഹു ഐ ആം. ശാന്തികൃഷ്ണ എന്ന പേര് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് കേട്ട് അങ്ങനെ കാണുമ്പോൾ ഐ എം റിയലി ഹാപ്പി. ആൻഡ് ഐ റിയലി താങ്ക് every viewer, every fan of mine, every well-wisher for being my support. And I really hope they continue to support me. And I wish all of them all the very best. Thank you so much. പ്രതിഭയായി വിലസിയിരുന്ന ശ്രീമതി ശാന്തികൃഷ്ണ നമ്മോടൊപ്പം, കൈരളി പ്രേക്ഷകരോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചു. ഇനിയും നൃത്തരംഗത്ത് ഉയരങ്ങൾ കീഴടക്കാൻ ഒരു തിരിച്ചുവരവ് ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി കൈരളി പ്രേക്ഷകർക്ക് വേണ്ടി ശ്രീമതി ശാന്തികൃഷ്ണയോട് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.